കേരളം ക്രിമിനൽ സംഘങ്ങളുടെയും മോഷ്ടാക്കളുടെയും നാടായി മാറുകയാണോ? അക്രമികളെ പേടിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വടിവാളും ആയുധങ്ങളും ഉപയോഗിച്ച് സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സംഭവങ്ങൾ വരെയും വർദ്ധിക്കുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ വാൾ വീശി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ കവർച്ച നടന്നത് അർദ്ധരാത്രിയിലാണ്. പുറത്തുനിന്നെത്തിയ 8 അംഗ സംഘമാണ് അക്രമവും കവർച്ചയും നടത്തിയത്. തൊഴിലാളികളുടെ മൊബൈൽ ഫോണും 1 ലക്ഷം രൂപയും മോഷ്ടാക്കൾ കവർന്നെടുത്തു. പ്രതികൾക്ക് വേണ്ടി CCTVകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ ഏറ്റുമാനൂർ പൂവത്തുംമൂട്ടിലെ തൊഴിലാളികളുടെ ക്യാമ്പിലായിരുന്നു സംഭവം. ബൈക്കുകളിലെത്തിയ 8 അംഗങ്ങൾ അടങ്ങിയ സംഘം കത്തി വീശി അതിഥി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കത്തി കഴുത്തിൽ വെച്ച് ഇവർ പണം ആവശ്യപ്പെട്ടു. ഇതിനു വഴങ്ങാതെ വന്നതോടെ സംഘം തൊഴിലാളികളെ ആക്രമിച്ചതായാണ് പരാതി. നമ്മളെ പൈസ അതിന് കൂടുതൽ പോയി. ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ഈ പുറത്ത് ആളുണ്ടായിരുന്നു, റൂമിലകത്തുണ്ടായിരുന്നു, ഈ മുറ്റത്തിന് ആളുണ്ടായിരുന്നു. മൊത്തം കൊണ്ട് അവനമാരെ ഗേറ്റ് അകത്ത് മൊത്തം ആൾക്കാരുടെ കയ്യിൽ ശനിയാഴ്ച പൈസ ഉണ്ടായിരുന്നു. 15-16 മൊബൈലും അവരുടെ ഏകദേശം 45,000 രൂപയ്ക്ക് അടുത്ത് കാശ് പോയിട്ടുണ്ട്. പിന്നെ 2,000-3,000 രൂപയും ATM കാർഡും എല്ലാം ഇവരുടെ മൊബൈലിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു, അതെല്ലാം പോയിട്ടുണ്ട്. ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ബാക്കിയുള്ളവർ പേടിച്ചുകൊണ്ട് അവരെല്ലാവരും അതിൻ്റെ അകത്ത് ലോക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇവരുടെ എല്ലാം ഇതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുറത്തിറങ്ങാൻ പേടിയായി. കുരുമുളക് സ്പ്രേ അടിച്ചായിരുന്നു. അത് ആദ്യമേ അടിച്ചു, പിന്നെ ഇവർ പോകാൻ നേരത്തും അടിച്ചെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പോലീസ് വന്നായിരുന്നു. പോലീസ് അന്നേരം തന്നെ വിളിച്ചു, അന്നേരം തന്നെ സംഭവത്തെത്തി. 1 ലക്ഷത്തോളം രൂപയും 7 മൊബൈൽ ഫോണുകളും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ആക്രമണത്തിൽ 5 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഹെൽമറ്റ് ധരിച്ച ശേഷമായിരുന്നു സംഘം അക്രമം നടത്തിയത്. തൊഴിലാളികളുടെ പരാതി സ്വീകരിച്ച് ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ കണ്ടെത്താനാണ് ശ്രമം. കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.